ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മൾ കിലുവിനെന്ന് ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കാൻ പോവുകയാണ്. ആക്ച്വലി കുറച്ചുകൂടെ കഴിഞ്ഞൊക്കെ ചേർത്താൽ മതി. പിന്നെ ഞാൻ കുടുവിനും കിലുവിനും ഒരേ സ്കൂളിൽ തന്നെ ആക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ ഒരു സമയമാകുമ്പോഴേക്കും അഡ്മിഷനൊക്കെ ക്ലോസ് ആയി എന്തെങ്കിലും ക്ലാഷ് ആയിട്ട് പിന്നെ കിലുവിനെ വേറെ സ്കൂളിലേക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് നമ്മൾ നേരത്തെ തന്നെ കൊണ്ടുപോയി ചേർക്കുകയാണ്. അപ്പോൾ ATMൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ, ഏട്ടൻ പൈസ എടുക്കാൻ പോയതാണ്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഗഫൂർക്ക ദോസ്തെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ടീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ, എന്തെങ്കിലും എഴുതിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു IQ ടെസ്റ്റ് പോലെയൊക്കെ എന്തെങ്കിലും സംഘടിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ നമ്മളിതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് പോകേണ്ടത് കുടുവിൻ്റെ പാരൻസ് മീറ്റിങ്ങിനാണ്. രണ്ടും ഒരേ ദിവസം തന്നെയായിരുന്നു. അപ്പോൾ കുടുവിന് അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടുന്ന A1 ഒക്കെ കിട്ടുന്ന പ്രാവശ്യങ്ങളിൽ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അല്ലാത്ത പ്രാവശ്യമൊക്കെ ഇഷ്ടമാണ്, എന്നാലും വേണമെങ്കിൽ വന്നാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു. എല്ലാ സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സിനെയും ഞാൻ പോയി കാണും കേട്ടോ. പാരൻസ് മീറ്റിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരെയും കണ്ടാലുള്ള ഒരു സംതൃപ്തി കിട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിലുവിൻ്റെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവളെ മുഖത്ത് കുറച്ച് കരിയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചൊന്ന് മേനയാക്കിയിട്ടുണ്ട്. നമ്മൾ പ്രിൻസിപ്പളിനൊക്കെ കാണാൻ വേണ്ടി പോകേണ്ടതല്ലേ. അങ്ങനെ നമ്മൾ ആദ്യം വന്ന ഭാഗത്ത് മിനി മിസ് ഉണ്ടായിരുന്നു. ഇത് LKGയിലും UKGയിലും കുടുവിനെ പഠിപ്പിച്ച മിസ്സാണ്. അപ്പോൾ കുടുവിനെ മിസ്സ് ചോദിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഓൺലൈൻ ബാച്ചായിട്ട് ഇരുന്ന കാരണം കുടു അങ്ങനെ നേരിട്ട് കണ്ടു പരിചയമൊന്നുമില്ല. പക്ഷേ ടീച്ചർക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കിലു ടെസ്റ്റ് എഴുതാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഞാനും ഏട്ടനിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പറയാമെന്ന് പടച്ചോന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നമ്മൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പുറത്തെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രിൻസിപ്പളിനൊക്കെ കണ്ട് എല്ലാം പറഞ്ഞ് സെറ്റാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനി നമുക്ക് നേരെ വീട്ടിലേക്കാണ് പോകേണ്ടത്. അതിന് മുന്നേ ആയിട്ടൊന്ന് പെട്രോൾ പമ്പ് പോകണം. എനിക്ക് കുറച്ച് പെട്രോൾ അടിക്കണം. കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച മരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഇത്തവണ കുറവുണ്ട് എന്നുണ്ടെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിലും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, നല്ലതായിരിക്കുന്നു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ സമൂസയും ഫ്രൂട്ടിയും വാങ്ങിച്ചു തന്നു. ഞങ്ങൾ രാവിലെ പോകുന്നതല്ലേ വീട്ടിൽ നിന്ന്. പിന്നെ ഭക്ഷണം ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് കഴിക്കേണ്ടെന്ന് പറഞ്ഞു. തൽക്കാലം ഇങ്ങനെ സമൂസയും ഫ്രൂട്ടിയൊക്കെ ആയിട്ട് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ തന്നെയുള്ള ലാബിൽ പോയി ബ്ലഡ് കൊടുത്തു. ബ്ലഡ് കൊടുക്കുമ്പോൾ വേദനയായിട്ടൊന്നുമല്ല, എനിക്കെന്തോ സൂചി കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ടുള്ള എക്സ്പ്രഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതും കഴിഞ്ഞ് ഒരു ലോഡ് മരുന്നൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു ഉമ്മ.